ഇന്ന് വെജിറ്റബിൾ റൈസാണ് വെക്കാൻ പോകുന്നത്. 2.5 കിലോ അരി നമ്മൾ വെള്ളത്തിലിട്ട് 1 മണിക്കൂർ നേരം കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് കളർ മാറി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉണക്കമുന്തിരിങ്ങയിട്ട് അതൊന്ന് ബലൂൺ പോലെ വീർത്ത് വരുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെല്ലാം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതേ എണ്ണയിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് വറുത്തെടുക്കാം. സവാള ഈ ഒരു പരുവത്തിൽ മൂത്ത് കഴിയുമ്പോൾ അതും കോരി മാറ്റി വയ്ക്കാം. അരി വേവിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ഏലയ്ക്ക, പെരുംജീരകം എന്നിവ ഇട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. സവാള വറുത്തെടുത്തതിൻ്റെ ബാക്കി എണ്ണയുണ്ടെങ്കിൽ അതിലും ഇങ്ങനെ ചെയ്യാം. ഇനി കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അരി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തിളപ്പിക്കാം. ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി വെന്തിട്ടുണ്ട്. 90% വേവാകുമ്പോൾ തന്നെ നമുക്ക് ഊറ്റാം. ഇനി ദം ചെയ്യാം. അടി കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് തൂവി ആ പാത്രത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി ചോറ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്ത് മല്ലിയില, വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കടച്ചക്ക ചെറുതായിട്ട് മുറിച്ചത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത്രയും ലെയറായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ദോശക്കല്ലൊന്ന് ചൂടാക്കി വെക്കാം. ഇനി നമ്മൾ ദം ചെയ്തിരിക്കുന്ന ബിരിയാണി ചെമ്പ് അതിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ വെക്കാം. ചോറ് വെന്ത്